ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പ്. സാധാരണയായി നമ്മളൊക്കെ ഉപ്പ് ഉപയോഗിക്കുന്നത് ആഹാരത്തിന് രുചി കൂട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ്. അതുമാത്രമല്ല കേട്ടോ, ഈ ഉപ്പ് കൊണ്ട് നമ്മുടെ കിച്ചണിലും ടോയ്ലറ്റിലൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറച്ചേറെ നല്ല ടിപ്സുകൾ ചെയ്യാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഉപ്പ് കൊണ്ട് നമുക്ക് കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എണ്ണയും വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ചു വയ്ക്കുന്ന സമയത്ത് കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു കാറിയ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവാറില്ലേ? എണ്ണയോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ആ കുപ്പിക്കുള്ളിലേക്ക് 3-4 കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എത്ര നാളിരുന്നാലും കാറൽ വരാതെ സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പൊടിപ്പിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ വണ്ടുകളും പ്രാണികളൊക്കെ വരുന്നത് കാണാറില്ലേ? അത് ഒഴിവാക്കാനായിട്ട് ആ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിലേക്ക് ഒരൽപ്പം ഉപ്പുപൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വെച്ചാൽ മതി. എത്ര നാളിരുന്നാലും അതിൽ വണ്ടുകളും പ്രാണികളും പൂപ്പലും ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പരിപ്പും പയറുവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ പ്രാണികളും ചെള്ളുകളൊക്കെ വരാറില്ലേ? അത് ഒഴിവാക്കാനും വേണ്ടി നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ കല്ലുപ്പ് നേരിട്ട് ഇങ്ങനെ ഇടാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടി ഇതിനുള്ളിലേക്ക് ഇട്ടാലും മതി. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. കുപ്പിയുടെ സെൻറ്ററിൽ വെച്ചൊന്ന് മുറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ വക്ക് ഇതുപോലെ പുറത്തേക്കൊന്ന് മടക്കി വെക്കാം. പ്ലാസ്റ്റിക് കുപ്പി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത എന്തെങ്കിലും പഴയ ഗ്ലാസ്സോ അല്ലെങ്കിൽ കപ്പോ എടുത്താലും മതിയാകും. അരികൊക്കെ മടക്കി റെഡിയാക്കി എടുത്ത കുപ്പിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. കുപ്പിയുടെ പകുതി ഭാഗത്തോളം കല്ലുപ്പിട്ട് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മൂർച്ച പോയ കത്തിയും കത്രിയൊക്കെ ഉണ്ടാവില്ലേ? അതിൻ്റെയൊക്കെ മൂർച്ച കൂട്ടിയെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. മൂർച്ച പോയ കത്തിയോ കത്രിയോ എടുത്തതിന് ശേഷം നമ്മുടെ ഉപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. 2 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ കത്തിക്കും കത്രിക്കും ഒക്കെ നല്ല മൂർച്ച കിട്ടും. അതുമാത്രമല്ല കത്തിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കറകളൊക്കെ മാറി കത്തിയൊക്കെ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. വാഴക്കായൊക്കെ മുറിക്കുമ്പോൾ നമ്മുടെ കത്തിയിൽ കറ പറ്റിപ്പിടിച്ചിരിക്കാറില്ലേ? ആ കറയൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മിക്സി ജാറിലേക്ക് ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി ജാറിലേക്ക് ഒരൽപ്പം കല്ലുപ്പ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും. അതുമാത്രമല്ല നമ്മുടെ മിക്സി ജാറിലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കറകളൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ നോൺ വെജും വെജും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറില്ല ഇടയ്ക്കിടയ്ക്ക്. ഫ്രിഡ്ജിനകത്തെ ഈ ബാഡ് സ്മെല്ല് മാറുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഉപ്പിട്ടതിന് ശേഷം അത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്തെ ബാഡ് സ്മെല്ലെല്ലാം ഇങ്ങനെ വെക്കുന്ന ഈ ഉപ്പ് അബ്സോർബ് ചെയ്തോളും. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് സ്മെല്ല് പിന്നീട് ഉണ്ടാവില്ല. അടുത്ത ടിപ്പ് ചെയ്യാനും നമുക്ക് വേണ്ടത് ഉപ്പ് തന്നെയാണ്. നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു നല്ല ടിപ്പാണിത്. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്ക്രബ്ബറിന് വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവാറില്ലേ? പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേസ്റ്റ് നമ്മൾ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴുകുമ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഈ സ്ക്രബ്ബറിനുള്ളിലേക്ക് കയറിപ്പോകും. അങ്ങനെ നനവോടുകൂടി ഇരിക്കുന്ന സ്ക്രബ്ബറിനാണ് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത്. സ്ക്രബ്ബറിലെ ബാഡ് സ്മെല്ല് മാറാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്ക്രബ്ബറൊക്കെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് മുക്കിയിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിലെ വെള്ളം എല്ലാം പിഴിഞ്ഞു കളഞ്ഞ് നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ എന്നും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും, ഒട്ടും ബാഡ് സ്മെല്ലില്ലാതെ. ദിവസവുമുള്ള അടുക്കള പണികളും പാത്രം കഴുകലും തുണി കഴുകലൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കൈകൾ വല്ലാണ്ട് അങ്ങ് റഫായിട്ടിരിക്കാറില്ലേ? കൈകളിലെ ഈ പരുപരുപ്പും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കരിയുമൊക്കെ കളഞ്ഞ് കൈകൾ നല്ല പട്ടുപോലെ സോഫ്റ്റ് ആക്കാനായിട്ടും ഒരു നുള്ളു ഉപ്പ് മാത്രം മതി. ഒരൽപ്പം ഉപ്പുപൊടി കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സ് കൊണ്ട് കൈകൾ ഇതുപോലെ ഒന്ന് കൂട്ടി തിരുമ്മി കൊടുത്താൽ മാത്രം മതി. കൈകളുടെ അകവശവും പുറവശവും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൈകൾ നല്ല പട്ടുപോലെ സോഫ്റ്റായി കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം സ്റ്റവിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് നമ്മുടെ ഉപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. നമ്മുടെ വീടിനകത്തേക്ക് പല്ലിയും പാറ്റയും പഴുതാരയും ഒച്ചുകളൊക്കെ കയറി വരുന്ന ഒരു പ്രധാന വഴിയാണ് കിച്ചൺ സിങ്ക്. മാത്രമല്ല നോൺ വെജൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ നെയ്യും അംശങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് ഈ സീവിനകത്ത് പുഴുക്കളും കൃമികളൊക്കെ ധാരാളം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സിങ്കിനകത്തുള്ള ശല്യക്കാരായ ജീവികളെ നശിപ്പിക്കാനായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച ഈ വെള്ളം നമുക്ക് സിങ്കിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പൈപ്പിൻ്റെ ജോയിൻ്റൊക്കെ വിട്ടുപോകാതിരിക്കാനായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ടാപ്പ് തുറന്ന് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ സിങ്കിനകത്തുള്ള ജീവികളെല്ലാം നശിച്ചു പോകും. മാത്രമല്ല സിങ്കിൽ നിന്ന് ബാഡ് സ്മെല്ല് ഉണ്ടാവുകയുമില്ല. വീട്ടമ്മമാർക്ക് ഉണ്ടാകുന്ന വലിയൊരു തലവേദനയാണ് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ വെള്ളം ഒലിച്ചിങ്ങനെ നനവിറങ്ങിയിരിക്കുന്നത്. അത് ഒഴിവാക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഇതുപോലൊരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. ഗ്ലാസ് ബോട്ടിലിലോ ഭരണിയിലോ ഒക്കെയാണ് ഉപ്പ് സാധാരണയായി സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. അതുപോലെ തന്നെ അതെടുക്കാനായിട്ട് ഉടൻ സ്പൂണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്പൂണോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഉപ്പിനകത്തേക്ക് ഇറക്കി വെച്ചാൽ ഉപ്പ് ഒട്ടും നനവില്ലാതെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഉപ്പ് എളുപ്പത്തിൽ തന്നെ കോരിയെടുക്കാനും പറ്റും. ഒരു പിടി ഉപ്പ് കൊണ്ട് നമ്മുടെ ബാത്റൂം ക്ലോസറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറകളും അതുപോലെ തന്നെ തുരുമ്പിൻ്റെ കറയൊക്കെ നിശേഷം മാറ്റിക്കളയാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ബ്രഷും വേണ്ട, കൈയിട്ട് ഉരയ്ക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട. വെറുതെ ഒന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി. അതിനു വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പും എടുക്കാം കേട്ടോ. കല്ലുപ്പ് പെട്ടെന്ന് അലിഞ്ഞു കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പ് പൊടി എടുത്തത്. നമ്മളെടുത്ത ഉപ്പിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 വലിയ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പൊന്ന് അലിയിച്ചെടുക്കാം. ഉപ്പ് നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. 1/2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലേക്കാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വെള്ളം കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുപ്പി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുപ്പിയുടെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ കുപ്പി ഒന്ന് അടച്ചെടുക്കാം. മഞ്ഞക്കറിയും തുരുമ്പ് കറിയൊക്കെ പിടിച്ച് ക്ലോസറ്റിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുപ്പിയിൽ ഈ സൊല്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് ക്ലോസറ്റിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് കുപ്പിയിലോ സ്പ്രേ ബോട്ടിലിലോ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. ക്ലോസറ്റിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, ബ്രഷ് വെച്ച് ഉരയ്ക്കാതെ തന്നെ ക്ലോസറ്റ് നല്ല പാല് പോലെ വെളുത്തിരിക്കുന്നത്. നമ്മളുണ്ടാക്കി ഈ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് 20 മിനിറ്റിന് ശേഷം വെറുതെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി. ബ്രഷ് ഇട്ട് ഉരയ്ക്കാതെ തന്നെ, കൈ വേദനിക്കാതെ, ഒട്ടും വെറുപ്പ് തോന്നാതെ തന്നെ നമ്മുടെ ക്ലോസറ്റ് നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങും. പിന്നെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബാത്റൂം ടൈൽസിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളും കറകളും ഒക്കെ അലിയിച്ച് കളയാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലെയും വാഷ് ബേസിനിലെയൊക്കെ കറകളും അഴുക്കുകളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി. ഉപ്പ് കൊണ്ടുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്